ഇടുക്കിയിൽ ലൈവായിട്ട് ഒരു ആത്മഹത്യ ഫേസ്ബുക്കിൽ എല്ലാവരും കണ്ടു. ഇടുക്കി ആലിൻചുവടിലെ സ്വദേശി വിഷ്ണു എന്ന ആളാണ് അത് ചെയ്തത്. 35 വയസ്സുണ്ട്. ഭാര്യയായിട്ട് പിണങ്ങിക്കഴിയുകയാണ്. ഭാര്യയുടെ വീട്ടിലാണ്. ഇയാള് പല സന്ദർഭങ്ങൾ ഇതുപോലെയൊക്കെ ഉള്ള കുസൃതികൾ കാണിച്ച് കൂട്ടുകാരും എല്ലാവരും ഓടി വരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളിപ്പം ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇട്ടിരിക്കുന്നത് ഒരു ലുങ്കി ഉപയോഗിച്ച് ഫാനിൽ കെട്ടി, എന്നിട്ട് മറ്റേ കുരുക്ക് തൻ്റെ കഴുത്തിൽ വിട്ടു. താന് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഭാര്യയുമായി കുറച്ചു കാലമായി പിണക്കത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഭാര്യയോട് ഞാൻ തെറ്റു ചെയ്തു പോയി, അതെൻ്റെ ഭാഗത്തെ തെറ്റാണ്, ഭാര്യ ക്ഷമിക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആത്മഹത്യ മുമ്പ് പറഞ്ഞു വെച്ച വാക്കുകൾ. എൻ്റെ ഭാഗം തെറ്റാണ് എന്ന് തീർത്ത് പറഞ്ഞിട്ടാണ് കഴുത്തിലേക്ക് കുരുക്കിട്ടത്. ഇത് കളി കാര്യമാകും എന്ന് ഫേസ്ബുക്കിൽ കണ്ട സുഹൃത്തുക്കളെല്ലാം കൂടെ ഓടി, അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിൽ ഓടിയെത്തി. വന്നപ്പം അയാളുടെ വാതിൽ അകത്ത് നിന്ന് നന്നായിട്ട് പൂട്ടിയിരിക്കുന്നു. അവരെല്ലാം കൂടെ ചവിട്ടി തുറന്ന് അകത്ത് കയറി. അയാള് തൂങ്ങി നിൽക്കുന്നതാണ് കണ്ട്, മരിച്ചിരിക്കുന്നു. സുഹൃത്തുക്കൾ ഓടിയെത്തിയപ്പം ആള് മരിച്ചു. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ രീതിയിലുള്ള വേലകൾ അയാൾ കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ സുഹൃത്തുക്കൾ ഓടി വന്നു അയാളെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇയാൾ പറയുന്നത് ഭാര്യ പിണങ്ങിപ്പോകാൻ കാര്യം എൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ്, അതുകൊണ്ട് ആണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന്. ഇതിനു മുമ്പ് അയാൾ ചില കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾ ബൈക്കിൽ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കത്തില്ല, ഒരു ചുക്കും നടക്കൂല, ആരും എന്നെ പിടിക്കാനില്ല എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ലൈവായിട്ടിട്ടു. RTO കണ്ടു, ലൈവായിട്ട്, തെളിവൊന്നും വേണ്ട, ഹെൽമെറ്റ് ഇല്ലാതെ ലൈവായിട്ട് ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. ഒട്ടും താമസം ഉണ്ടായില്ല, ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇപ്പം ലൈസൻസ് ഇല്ല. ഇപ്പം താമസിക്കുന്നത് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടുത്തെ ഒരു സെക്യൂരിറ്റി വിങ്ങിലാണ്. അവിടുത്തെ ITD ഈ ടൂറിസം ഡെവലപ്മെന്റിന്റെ അവിടെ ജോലിക്കാരനാണ്, സെക്യൂരിറ്റിക്കാരനായിട്ട് ജോലി ചെയ്യുകയാണ്, ഡെയിലി വേജസുകാരനാണ്. കുടുംബ പ്രശ്നം ഉണ്ടായി, ഭാര്യ പിണങ്ങിപ്പോയി. കുറെ നാളുകളായിട്ട് ഇയാൾ ഒറ്റയ്ക്കാണ്. ഇതുപോലുള്ള കുസൃതികളും വികൃതികളൊക്കെ പല സന്ദർഭത്തിൽ കാണിച്ചുകൊണ്ട് ഇയാൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് സുഹൃത്തുക്കൾ കരുതിയത്. പക്ഷെ ഇപ്പം ലൈവ് ഇട്ട് ഈ സംസാരം തനിക്ക് തെറ്റിപ്പോയി, ഭാര്യ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ആ വർത്താനം പറഞ്ഞ് കഴുത്തിലേക്ക് കുരുക്കിട്ടപ്പം കളി കാര്യമായെന്ന് മനസ്സിലായി. എല്ലാവരും ഓടി വന്നപ്പം ആള് മരിച്ചിരിക്കുന്നു. ഇതുപോലെ തിരുവനന്തപുരത്തും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നേരത്തെ. തിരുവനന്തപുരം റൂറലിൽ ഇതുപോലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാള് ലൈവായിട്ട് ഇട്ടു. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പല സന്ദർഭത്തിലും വലിയ മിടുക്കാണെന്ന് വിചാരിച്ച് പലരും ഇങ്ങനെ ഇടുന്ന് കാണിക്കുന്നു. ഒരു മിടുക്കും ഇതിനകത്തില്ല, ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവര് ഭീരുത്വം കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ മാറി ചിന്തിക്കണം. ഇതൊന്നും ഒരു പരിഹാര മാർഗങ്ങളൊന്നുമല്ല. സമൂഹത്തിന് ഇത് മോശമായ സന്ദേശമാണ് നൽകുന്നത്. ഇതേ രീതിയിൽ അവരൊക്കെ ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ ഇതേ രീതിയിൽ വളരെ വിഷമിച്ച് കഴിയുന്നവരും മാനസിക സംഘർഷത്തിൽ കഴിയുന്നവരും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമായി തോന്നും എന്ന് ഇയാൾ ചിന്തിക്കുന്നെങ്കിൽ ഇയാൾ വേറെ വിഡ്ഢിയുടെ ലോകത്താണ് താമസിക്കുന്നത് ഞാൻ പറയുള്ളൂ. കാരണം ഇതൊന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങളല്ല. അത് ലൈവായിട്ട് ഇട്ടിട്ട് അയാൾക്കൊരു ഗുണമില്ല. അയാളുടെ കുടുംബത്തിന് ഇനി ഭാര്യയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ വ്യക്തി, ആ ഭാര്യയ്ക്ക് ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കൂടെ ജീവിക്കണ്ടേ? 35 വയസ്സുണ്ട് ഇയാൾക്ക്. അവർക്ക് ഇനി ഒരു ശ്രേഷ്ഠമായ നല്ലൊരു ജീവിതം ഇനി ബാക്കി കിടക്കുകയില്ലേ? ഇതുപോലെയുള്ള പോഷത്തരങ്ങൾ കാണിച്ച് അവരെയും കൂടെ നാറ്റിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരത് വഴിമാറി ചിന്തിച്ച് നല്ല രീതിയിൽ മാറി, അല്ലെങ്കിൽ കൗൺസിലിംഗ് എവിടെയെങ്കിലും ഒക്കെ പോയി ആ ചിന്ത മാറിയിട്ട് ഫേസ്ബുക്കിലോ ഇതിലൊക്കെ ലൈവായിട്ട് ഇട്ടുകൊണ്ട് ഒരു ഗുണവും ആർക്കും, സമൂഹത്തിനും ഇല്ല, നിങ്ങൾക്കും ഇല്ല, നിങ്ങളുടെ കുടുംബത്തിനും ഇല്ല.